പത്തരമാറ്റ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അനിയുടെ കാര്യത്തിൽ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് മുത്തശ്ശൻ. ഇനി എന്തായാലും നിൻ്റെ ഡൈവേഴ്സിൻ്റെ കാര്യം തീരുമാനിച്ച ഉടനെ തന്നെയാണ് നിൻ്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ വീണ്ടും മുത്തശ്ശനത് പറയുക, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. ഇല്ല, ഞാൻ തന്ന വാക്ക, അത് ഞാൻ ഒരിക്കലും മാറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നന്ദുവിന് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് പോകുന്ന വഴിക്ക് ജലജ കാണുന്നുണ്ട്. എന്താ നീ എൻ്റെ മകളെ വേണ്ടെന്ന് വെക്കേണ്ട കാര്യം? അത് നിൻ്റെ മുറപ്പെണ്ണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് താല്പര്യമില്ലെന്ന് ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞതാ. ഞാൻ എൻ്റെ അനിയത്തിപ്പോലെ കരുതിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ എന്തിനാ എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിൻ്റെ ഈ കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്ക് വേറൊരു പെൺകുട്ടിയെയും ഈ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ കഴിയില്ല, അത് ഞാൻ സാധിച്ചു തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജലജയുടെ ഈ ദേഷ്യപ്പെടുന്ന വാക്ക് കേട്ട് എനിക്ക് ഭയം തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇനി നന്ദുവിൻ്റെ കാര്യം അഥവാ അറിഞ്ഞു കാണോ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവരുടെ പ്രതികരണം എന്നൊക്കെ അനി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ജലജാൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. പക്ഷേ ആദർശിടം പറഞ്ഞായിരുന്നു, എന്തോ ഒരു നിഗൂഢത അവരുടെ കണ്ണിലും അവരുടെ വാക്കിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് എന്താണെന്ന് ഇതുവരെ നമുക്ക് ആർക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്. എന്തിനാ നാഗേന്ദ്രനെ ഇത്രത്തോളം ഒഴിവാക്കുന്നത്, പേടിക്കുന്നതെന്നൊക്കെ. അത് നമുക്ക് അറിഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ, പക്ഷേ ഇനിയും അറിയാനുണ്ട്. അത് അവരുടെ വായിൽ നിന്ന് കേൾക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ മുത്തശ്ശിൻ്റെ അടുത്ത് അതൊക്കെ നമുക്ക് ബോധിപ്പിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം എന്ന് അനിയുടെ അടുത്ത് നന്ദു പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട് കൊച്ചിൻ്റെ അടുത്ത്. ആദർശ് പറയുന്ന കാര്യം കേട്ടാൽ ഞെട്ടുന്നതാണ്. എന്തായാലും എനിക്കിപ്പോൾ നല്ലവനെന്നാണ് തോന്നുന്നത് നാഗരാജൻ എന്ന് പറയുന്നുണ്ട്. എന്താ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? തെറ്റ് ചെയ്തത് ഞങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ അന്ന് കുട്ടികളായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ട് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഇതിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. ജലജ വിളിച്ചിട്ട് പോലും കൂടെ പോയില്ല. പിള്ളേർ വിചാരിച്ച് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് നിന്നു. ഇതിനെല്ലാത്തിനും കാരണം ജലജയാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നാഗേന്ദ്രൻ ഈ കുടുംബത്തിന് വേണ്ടി ആദ്യം മുതലേ നല്ലതുപോലെ പ്രയത്നിച്ച് ആ ജ്വല്ലറി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് വന്നതായിരുന്നു. പക്ഷേ ഒരു മോഡലിൻ്റെ നെക്ലസ് കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇതിൻ്റെ കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ ഇത് ആരാണ് ഇതിന് ഉള്ളിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നു. നാഗേന്ദ്രനെ നമുക്ക് അങ്ങനെ കള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളാണെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കുകയില്ല, പ്രവർത്തിക്കുകയില്ല, എനിക്കത് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് പറയുക, നിൻ്റെ അടുത്ത് തോന്നല, അത് മുത്തശ്ശൻ്റെ അടുത്ത് നീ ഇതൊന്നും പറഞ്ഞു പോവരുത്, പിന്നെ ഇനി അത് മതി, ഇനി വഴക്കുണ്ടാകാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയും, പക്ഷേ എല്ലാം അറിഞ്ഞ ശേഷമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട് നന്ദു, എന്തായാലും ഇന്നൊരു കേസിൻ്റെ വിധി നടക്കുക, അറിഞ്ഞു കാണുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സന്തോഷത്തോടെ അറിയിക്കുക. എൻ്റെ അടുത്ത് അനി പറഞ്ഞായിരുന്നു എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് അനിയെ വിളിക്കുന്നുണ്ട്. നിനക്ക് ഇന്നലെ കേസ് കോടതിയിൽ പോവേണ്ടത്, എന്തായാലും നല്ല രീതിയിൽ ആവട്ടെ കാര്യങ്ങളെല്ലാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ അനി കോടതിയിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ എന്തായാലും ഒരു തീരുമാനം ആകുമെന്ന് നവീന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയുടെ അടുത്ത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നന്ദുവും ഉണ്ടായിരുന്നു. അവിടെ നന്ദുവും അവരുടെ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ വേണ്ടി നന്ദുവും അതുപോലെ തന്നെയാണ് അനിയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കോടതിയിൽ ഇവർ കേസ് വിളിക്കുകയും ആ സമയത്ത് ഭയങ്കര ദേഷ്യത്തിലും ഒക്കെ നിൽക്കുകയാണ്. ഓരോ കാര്യത്തിലും എന്ത് പറയണമെന്നറിയാതെ അനിയുടെ ആദ്യ വിവാഹത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവീനാണെങ്കിൽ പറയുന്നുണ്ട്, അനിക്ക് നീതി കിട്ടണം, എന്നാൽ ഇവക്കല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൂടെ മനസ്സിലായത് അനിക്കിൻ്റെ ആദ്യ ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടെന്ന്. പക്ഷേ അത് തെളിവ് സഹിതം ഞാൻ നിർത്താമെന്ന് നവീന് വാദിക്കുന്നുണ്ട്. അങ്ങനെ അത് കോടതിക്ക് മനസ്സിലാവുകയും അത് മനസ്സിലാക്കി കൊണ്ടിരുന്നപ്പോൾ സമയത്ത് തന്നെയാണ് അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താ ഇനി ഇതിനൊക്കെ
ചെയ്യുന്നതെന്ന് ഒരു പിടിയുമില്ല. പക്ഷേ ഇവർക്ക് എങ്ങനെയെങ്കിലും നഷ്ടപരിഹാര തുക കിട്ടണമെന്ന ഉദ്ദേശത്തോടെയാണ് അനിയെ ഇനി ഡൈവേഴ്സ് തീരുമാനിക്കുകയും അതുകൊണ്ട് തന്നെയാണ് അനിയെ കൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല കാശ് തന്നെ വാരിയെടുക്കാന്നൊരു ചിന്തയോടെ അച്ഛനും മോളും വന്നിരിക്കുന്നതെന്ന് നവീന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നവീന് പറയുക, എന്തായാലും അവളെ സ്നേഹിച്ച പയ്യനെക്കുറിച്ചും അതുപോലെ തന്നെ അനിയെ ചതിച്ചതിനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട് കോടതി പറയുക, ആ പെണ്ണുങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ നല്ലൊരു കാര്യം ഉണ്ടായിരിക്കണം. ഇതൊന്നും നിങ്ങളെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തെറ്റുകാരി നിങ്ങളാണെന്ന് ഞാൻ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അനിക്ക് എല്ലാവരുടെ തീരുമാനപ്രകാരം ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് കോടതി വിവാഹമോചനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സന്തോഷം കൊണ്ട് നന്ദു ആണെങ്കിൽ സന്തോഷത്തിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. അനിയും അതുപോലെ തന്നെ കോടതിയെ തൊഴുതുകൊണ്ട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആദ്യ ഭാര്യയും അച്ഛനും കൂടെ ഭയങ്കര സങ്കടത്തിൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്നിട്ട് നവീനടുത്ത് പറയുന്നു, ഇത്രത്തോളം നീ ഞങ്ങളെ ഇങ്ങനെയും കാണിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ നവീൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുക, ഞാൻ ചെയ്യുന്നത് എന്താ തെറ്റ്? എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എൻ്റെ ഒരു കേസ് ആകുമ്പോഴത്തേക്കും അത് ഏത് രീതിയിലും നടത്തണം. പക്ഷേ ഞാൻ ഉള്ള സത്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് എന്തായാലും വിവാഹമോചനം കിട്ടിയതും അതിന് ഞങ്ങളിപ്പോൾ വലിയ ഹാപ്പിയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ട്. നന്ദു ഉടനെ തന്നെ നൈനയെ വിളിച്ച് പറയുന്നുണ്ട്, ഞാനിപ്പോൾ കോടതിയിലാണ്. എന്തായാലും ഒരു കാര്യം അറിഞ്ഞായിരുന്നു, ഇന്ന് വിവാഹമോചനത്തിന് കേസായിരുന്നു, ഞാനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അനി ഇതിൽ നിന്ന് മോചിതനായി എന്ന് തന്നെ പറയുന്നുണ്ട്. ഇത് സന്തോഷത്തോടെ പറയുന്നതായിട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു. അതുപോലെ തന്നെ ആദർശിനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. നവിനെ വളരെയധികം നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്, ഇത്രത്തോളം ഞങ്ങളെ വിജയിപ്പിച്ചതിന് എന്നൊക്കെ പറയുന്നു. എന്നാൽ കോടതി മുറിയിൽ നാണം കെട്ടത് കൊണ്ട് തന്നെയാണ് അനിയുടെ ആദ്യ ഭാര്യ ഭയങ്കര വിഷമത്തിൽ ഇറങ്ങി പോകുന്നത് കണ്ട് അനി പറയുന്നുണ്ട്, ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടന്നോണം, ഇനി എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി ബേക്കിൽ നിന്ന് വന്നു പോകല് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഒന്നും മിണ്ടാതെ തന്നെ കാറി കയറി പോകുന്നുണ്ട്. അങ്ങനെ ഒരു വാക്ക് നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീയാണെങ്കിൽ എന്താണോ വിചാരിക്കുന്നത് അതൊരിക്കലും നീ നടക്കാൻ കഴിയുന്നില്ല, അത് നടത്തിക്കില്ല ഞാൻ, അത്രയ്ക്ക് എനിക്കിപ്പോൾ നിൻ്റെ അടുത്ത് വെറുപ്പ് തോന്നുക എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് വെറുപ്പ് തോന്നിയിട്ട് ഒരു കാര്യമില്ല, കേസിൻ്റെ കാര്യത്തിലാവുമ്പോഴത്തേക്ക് ശത്രുക്കളും എല്ലാം ഉണ്ടാവും, ആ ഒരു രീതിയിലേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇനി മേലാൽ ഇതുപോലെ സംസാരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു പോകരുത്, ഇനി അതിനെ ഞങ്ങൾ കാണുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല അല്ലേ, ഇനിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ അനിയും അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ കഴിഞ്ഞു എല്ലാം, ഇനി ഒരു ഓർമ്മ പോലും ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. നന്ദു ആ സമയത്ത് പറയുക, ഇനി കഴിഞ്ഞതിനെക്കുറിച്ച് ഇനിയൊന്നും വിചാരിക്കേണ്ട, ഇനി ഒരു പുതിയ ജീവിതമാണ്, അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് അനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇനി നമ്മളെ കാര്യം മാത്രമേ ചിന്തിച്ചാൽ മതി, എങ്ങനെയെങ്കിലും എല്ലായിടത്തും പറഞ്ഞ് കല്യാണത്തിൻ്റെ കാര്യം റെഡിയാക്കണം എന്നൊക്കെ അനിയുടെ അടുത്ത് പറയുന്നുണ്ട് നന്ദു. എന്തായാലും നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ മുത്തശ്ശനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്നും അറിയില്ല, മുത്തശ്ശന് തീരുമാനിച്ചത് നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കുന്നത്, അത് ആദർശനും പറഞ്ഞായിരുന്നു. ഇനി നമുക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്, എന്നാലും ഞാൻ ശ്രമിക്കും. പക്ഷേ ഒരു കാര്യം ഇതിൽ ഉണ്ട്, അവന്തിക്കുകയാണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം, അല്ല എങ്കിൽ എല്ലാം അവളടുത്ത് തുറന്ന് പറയണം, എന്നാലേ ഇതിനൊരു പരിഹാരം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവന്തികയ്ക്കും എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു, അവളെ അമ്മയ്ക്ക് എന്തൊരു പ്ലാനിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഇനി ഉടനെ തന്നെ മുത്തശ്ശൻ കല്യാണമായിരിക്കും നടത്താൻ പോകുന്നത് എന്നൊക്കെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇനി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് എല്ലാം മരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് നന്ദു പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നന്ദുവിൻ്റെ അമ്മ പറയുക, എന്താ എവിടെ പോയിരുന്നു, വിളിച്ചിട്ട് നിന്നെ കിട്ടിയില്ലല്ലോ, അത് ഞാൻ ഇന്ന് അനിയുടെ കൂടെ ആയിരുന്നു കോടതിയിൽ, എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്താവാനാ, എന്തായാലും എനിക്ക് നീതി കിട്ടി അത്ര തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇനി നിൻ്റെ കല്യാണക്കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നവീൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വന്ന ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകും, അതുകൊണ്ട് നീയാണെങ്കിൽ ഇതിൽ സമ്മതിച്ച് തന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതുപോലുള്ള പയ്യനെ വേറെ ഒരിടം കിട്ടില്ല നിനക്ക്
എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് എത്ര തവണയാണ് ഞാൻ കേട്ടത്, എനിക്കിനി അത് കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പം കല്യാണം വേണ്ടാന്ന്. നീ പറയുന്നതല്ല ഈ വീട്ടിൽ നടക്കുന്നത്, ഞങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളുണ്ട്. ഇനിയാണെങ്കിൽ നീ അതിനകത്ത് സംഭവിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യം ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ പോയിട്ട് വേണം ഇതെല്ലാം പറയാനും അവരൊക്കെ ക്ഷണിക്കാനും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ അതും ഇതും പറഞ്ഞു തന്നെയാണ് അനിയായിട്ടുള്ള ഒരു കല്യാണമല്ലോ നിങ്ങൾ വേണ്ടെന്ന് വെച്ചത്, മനസ്സിലായല്ലോ. അന്നാണെങ്കിൽ മുത്തശ്ശൻ പറഞ്ഞായിരുന്നു ഇനി എന്നെ ശല്യം ചെയ്യാൻ അനി വരില്ല എന്ന്. അതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണം നടന്നു പോകുമായിരുന്നു അങ്ങനെ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ ഇപ്പം അങ്ങനെ പറയുന്നത്, നിനക്കെന്താ അനിയെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഓരോ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവേണ്ടതെന്ന് ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്ന് നന്ദു അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് നൈന വരുന്നുണ്ട്. നൈനയുടെ അടുത്തും പറയുന്നുണ്ട് ഈ കാര്യം. എന്തായാലും അവളെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഒന്നും നമുക്ക് പറയണ്ട. അവളാണെങ്കിൽ ഇപ്പോൾ എല്ലാം അറിയാനുള്ള കുട്ടിയല്ലേ, കൊച്ചുകുട്ടിയൊന്നുമല്ലോ. അതുകൊണ്ട് അവളെ ഇഷ്ടത്തിന് മാത്രം നടന്നാൽ മതി എന്നൊക്കെ നൈന പറയുകയും ചെയ്യുന്നുണ്ട്.